ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്കറിയാം, ലൂസ് തൈല ബിസിനസ്സിൽ വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും വീട്ടിലിരുന്ന് തുടങ്ങാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ജോലി മേഖലയാണെന്നുള്ളത് അല്ലെ. ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ആവട്ടെ, ഇപ്പൊ ഇത്രയും വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പോയി ഞാൻ ഈ തേയില എടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും എന്നുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പരമാവധി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. തേയില വില നന്നായിട്ട് കുറയുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ ഈ ഒരു തേയില വില കുറയുവാണെങ്കിൽ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ആരംഭിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഡീലറിനെ സമീപിച്ചോ, ഒരു ഹോൾസെയിൽ കടയിൽ നിങ്ങൾ നേരിട്ട് ചെന്നോ, നിങ്ങൾ തേയില വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ തേയിലയ്ക്ക് നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇനി ഈ ഒരു വില കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അറിയാതെ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നവരും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ പഴയ വിലയ്ക്ക് തന്നെ തേയില എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന ആ ഒരു വില കേട്ട് നിങ്ങൾ പിന്നെയും തേയില എടുക്കുന്നതിന് പകരം നിങ്ങളോട് അവർ ഇപ്പോഴും പഴയ വിലയ്ക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ലൂസ് തേയിലയ്ക്ക് വില കുറയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വന്നേക്കണവരും ഇറങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലൂസ് തേയില വില നന്നായിട്ട് ഇപ്പൊ കുറയുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു 5 കിലോയും 10 കിലോ ഒക്കെ എടുത്ത് ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും അതായിരിക്കും നല്ലത്. ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു 210 രൂപയ്ക്കോ അല്ലെങ്കിൽ 215 രൂപയ്ക്ക് ഇപ്പൊ മയൂര SRD 221 ഉണ്ടായിരുന്ന ആ ഒരു മയൂര SRDയുടെ വിലയാണ് ഇപ്പൊ 210 രൂപയായിട്ട് കുറഞ്ഞേക്കുന്നത്. അപ്പൊ 221 10 രൂപ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 11 രൂപ ഒരു കിലോയിൽ മേൽ മയൂര SRDയുടെ ആ ഒരു ബ്രാൻഡിന് കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മയൂര RD, അതോടൊപ്പം തന്നെ AVT, കണ്ണൻദേവൻ, പശുപ്പാറ, പല ബ്രാൻഡുകൾ, ടാറ്റയുടെയൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പല ബ്രാൻഡുകളും നന്നായിട്ട് വില കുറയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ നമുക്ക് വീട്ടിൽ എടുത്തു വെച്ച് നമുക്ക് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് കടകളിൽ കൊടുത്തും ബേക്കറികളിൽ കൊടുത്തും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു മയൂരയുടെ ഒക്കെ തേയില എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു AVTയുടെ ഒരു ഫുൾ ബാഗ് 54 കിലോ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം വാംടിയുടെ ഒരു ബാഗും കൂടി എടുത്തിട്ട് ഇത് രണ്ടും 54 ചേർത്ത് 108 കിലോ ആയിട്ട് നല്ല രീതിയിൽ നല്ല വിലയ്ക്ക് 60-70 രൂപ ലാഭത്തിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ ആളുകൾ വിൽപ്പന നടത്തി എന്നുള്ളത് നമ്മളോട് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഒരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, നമ്മൾ നന്നായിട്ട് അതിൽ നിന്നും വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്നതും ആ പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു രൂപവും കാര്യങ്ങളൊക്കെ പിടികിട്ടണം എന്ന് അറിയാമോ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ വന്ന് ഷെയർ ചെയ്ത് തരികയാണ്, ഇതേ ഇന്നതുപോലെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ കൂടുതൽ കിട്ടും കേട്ടാന്ന്. പക്ഷെ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലെ, നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഇത്തിരി ക്വാളിറ്റി കൂടുതൽ കിട്ടുള്ളൂ, ഇങ്ങനെ ചെയ്യണത് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ്, എന്തുകൊണ്ട് പ്രയോജനം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്നോടുള്ള മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യാനായിട്ട് തീരുമാനിക്കും, നിങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേയിലയുടെ ബിസിനസ്സിൽ തേയില എങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അത് പഠിച്ച് നിങ്ങൾ തന്നെ ചെയ്യും എന്നുള്ളത്. പക്ഷെ വിലയുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഡീലർ ആയിക്കോട്ടെ, ഒരു ഹോൾസെയിൽ ഷോപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്ന അവർ ചിലപ്പോൾ പഴയ വിലക്കായിരിക്കും തന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ഒരാളുടെ അടുത്തോ നിങ്ങൾ ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് കമന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഞാൻ എടുത്തതിന് എന്ത് വില വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുന്നത്. കാരണം ആ ഒരാഴ്ചയിൽ വില മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരുപക്ഷെ 2 ആഴ്ചയൊക്കെ ഒരേ വിലയിൽ തന്നെ ആയിരിക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മയൂര SRD ഇപ്പൊ 221 എന്നുള്ളത് വില കൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ 221 കുറെ നാൾ അങ്ങനെ തന്നെ പോയി. പെട്ടെന്ന് മയൂര SRDക്ക് വില കുറയുക ചെയ്തത്, അതായത് 210 രൂപ. അപ്പൊ 11 രൂപ മയൂര SRDക്ക് കുറഞ്ഞപ്പോ AVTയുടെ ബ്രാൻഡ് 215 രൂപ വന്നിരിക്കുന്ന AVTയുടെ ബ്രാൻഡിനും ഇതുപോലെ തന്നെ വില കുറയുക ചെയ്തത്. പെട്ടെന്നാണ് തേയില വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് തേയില വില അങ്ങോട്ട് കൂടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വിലക്ക് എടുത്തു കഴിഞ്ഞാൽ കടക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കടക്കാർ എടുക്കും, അതിലും കുറച്ച് വിലക്ക് നമുക്ക് തേയില കിട്ടും എന്ന് കടക്കാർ പറയുന്നുണ്ടെന്നുള്ളത് അല്ലെ. അത് നമ്മളെ ശരിക്കും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്, വില കുറച്ച് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാര മാർഗമായിട്ടാണ് ഇപ്പൊ വില കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വില കുറയുന്നതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് അറിയാമോ, കൊച്ചിയിൽ സ്റ്റോക്ക് കൂടുന്നതുകൊണ്ടാണ്. കാരണം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ കമ്പനി എടുത്ത് നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. AVT ആയിക്കോട്ടെ, ടാറ്റ കമ്പനി ആയിക്കോട്ടെ, മയൂരയുടെ ആയിക്കോട്ടെ, ഇപ്പൊ മൂന്നാറിലുള്ള തേയില ആയിക്കോട്ടെ, ഇനി വാംടി ഫാക്ടറി, വയനാടുള്ള വാംടിയുടെ ഫാക്ടറികളായിക്കോട്ടെ, എല്ലായിടത്തും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കമ്പനിയിൽ ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക്
എല്ലാ ദിവസവും അവർ അവിടെ പ്രൊഡക്ഷൻ നടത്തി വിടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ സ്റ്റോക്കുകൾ നന്നായിട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്ന തേയിലകൾക്ക് വില കൂടുന്നുള്ളത്. പ്രൊഡക്ഷൻ നടക്കുന്നു ഒരുപാട്, നേരത്തെ സംഭവിച്ചിരുന്ന അങ്ങനെയല്ല. പ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ഇരട്ടി വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പ്രൊഡക്ഷൻ എത്ര നടന്നാലും അതിന്റെ പകുതിയുടെ പകുതി എക്സ്പോർട്ടിങ്ങും നടക്കുന്നില്ല, വിൽപ്പനയും നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ രാജ്യത്ത് പോലും വിൽപ്പന കുറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് തേയിലയ്ക്ക് നന്നായിട്ട് വില കുറയുന്ന ഈ ഒരു സാഹചര്യം വന്നത്. അപ്പൊ നിങ്ങൾക്ക് തേയില ബിസിനസ് തുടങ്ങി ഇതിലൂടെ നല്ലതായിട്ട് സമ്പാദിക്കാം. നമുക്കറിയാം നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ നേടിയെടുക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന യുവതി യുവാക്കൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ തേയില വില നന്നായിട്ട് കുറയുന്നുണ്ട്. നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് SRDO RDO പോലുള്ള നല്ല നല്ല ബ്രാൻഡുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ ബ്രാൻഡ് പോലെ നിങ്ങൾക്ക് വീട്ടിൽ എടുത്തു വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു ആഴ്ചയിൽ തന്നെ അത് വിറ്റ് തീർക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ മാത്രം പുതിയതായിട്ട് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വന്നവർ ഒരു ഫുൾ ബോക്സ് ആയിട്ടൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു 15 കിലോ 20 കിലോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം വില കുറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയും തീർച്ചയായിട്ടും നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇപ്പോൾ തേയില 210 രൂപ മയൂര SRD നമുക്കറിയാം ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡാണ് 210 വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ പല ബ്രാൻഡുകൾ സൂര്യനെല്ലി പോലുള്ള ബ്രാൻഡുകളൊക്കെ 220 രൂപ, RD ഗ്രേഡിലുള്ള സൂര്യനെല്ലിക്ക് 220 രൂപ വന്നിരുന്നു. എന്നാൽ ഈ ഒരു ബ്രാൻഡിനെല്ലാം തേയിലകളെല്ലാം ഇനിയും വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും.